ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? സൗണ്ടൊക്കെ ഓക്കെ ആണോ? സൗണ്ടെല്ലാം ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്ന് മാത്സിൻ്റെ റിവിഷൻ ക്ലാസ് 1 ആണ് VSF-HCMൻ്റെ നടത്തുന്നത്. ക്ലാസ് 1 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിവിഷനാണ്. ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട് ഇരിക്കണം. നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു മാറാനായിട്ട് നോക്കുക. എവിടെയാണ് നമുക്ക് പോരായ്മ വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ സ്മാളസ്റ്റ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 6, 8, 12 ആൻഡ് 16. അതായത് ഫൈൻഡ് ദ സ്മാളസ്റ്റ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 6, 8, 12 ആൻഡ് 16. ആൻസർ പറഞ്ഞു 6, 8, 12, 16. 6, 8, 12, 16. 6, 8, 12, 16. ഇത്രയും സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്നാവട്ടെ, പറയൂ, ആൻസർ പറയൂ. Which is the smallest number which is exactly divisible by 6, 8, 12 and 16 എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. 6, 8, 12, 16 ഇവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 4 സംഖ്യകളോട് തന്നിട്ടുണ്ട്. ഏത് 4 സംഖ്യകളാണ്? ഓപ്ഷനിലേക്ക് നോക്കുക. ഇവരെ എല്ലാം കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വന്നില്ല. റിവിഷൻ ക്ലാസ്സാണ്. പേപ്പറും പേനയും റഫ് ഷീറ്റും ഒക്കെ ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. അത് ഗുണപ്പെടുത്തിയെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 1 മണിക്കൂർ ഉള്ളെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഗുണപ്പെടുത്തിയെടുക്കുക. ഇത് അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 6 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 1 മിനിറ്റ്, ഇതിൻ്റെ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. 6 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 8 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 12 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 16 കൊണ്ട് ഹരിക്കാൻ പറ്റണം. സ്മാളസ്റ്റ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്മാളസ്റ്റ് ആയിക്കോട്ടെ ലാർജസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. LCM കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് 4 നമ്പറിൻ്റെയൊക്കെ LCM വേണ്ട. LCM ഇനി കണ്ടുപിടിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇവിടെ 16 ആണ് ഏറ്റവും വലിയ സംഖ്യ. 16 ആണ്. 16 × 2 ഒന്ന് നോക്കിക്കേ. 16 × 2 16 ഉണ്ടോ? നോക്കി, ഇങ്ങോട്ട് നോക്കിക്കോണേ. ഇവിടെ നമ്മൾ ഇതിനെ എങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാനായിട്ട്? 6, 8, 12, 16 ഇത്രയും സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 16 ആണ്. 16 ഇവിടെ ഉണ്ടോ നോക്കിക്ക്. 16 ഇവിടെ ഉണ്ടോ നോക്കിക്ക്. 16 ഇവിടെ ഉണ്ടോ നോക്കിക്ക്. ഇല്ല, 16 ഇല്ല. വലിയ സംഖ്യ 16 ആണ്. അയാളെ നമ്മൾ ഇങ്ങെടുത്തു. 16 ഇവിടെ ഇല്ല. 16 × 2 നോക്കിക്ക്. 16 × 2 എത്രയാണ്? 32. 16 × 2 എത്രയാണ്? 32. 32 ഇവിടെ ഉണ്ടോ? ഇല്ല, 32 ഇല്ല. 16 × 3 നോക്കിക്ക്. 6, 3, 18, 48. 48 ഇവിടെ ഉണ്ട്. ഇതാ കിടക്കുന്നു നമ്മുടെ 48. 48 ഇവിടെ ഉണ്ട്. 16 × 3 48 ഉണ്ട്. നോക്കണം. ഈ 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, 6, 8, 48. ഈ 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 6, 8, 48. 48നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 12 × 4 ആണ് 48. 16 × 3 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട്, ഇത്രയും സംഖ്യകൾ കൊണ്ട് നമുക്ക് 48നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 48 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ പറയണം കേട്ടോ. ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് ഇട്ടേക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, ക്ലിയർ ആണേ? ക്ലിയർ ആണല്ലോ അല്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? Next question. The population of a town after 2 years, if the present
പോപ്പുലേഷൻ ഈസ് 1,12,00,000, 1 ലക്ഷമല്ല 12 ലക്ഷം, ആൻഡ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇസ് 4%. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രി, ഒരു രാജ്യത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 12 ലക്ഷമാണ്. ഇപ്പോഴത്തത് 12 ലക്ഷമാണെന്ന് പറയുന്നു. എന്താണ് അത്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 4% വെച്ച് എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? പോപ്പുലേഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പറയൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ പോപ്പുലേഷൻ നൗ, പോപ്പുലേഷൻ നൗ, ഇപ്പോഴ നൗ, ന്യൂ അല്ല, നൗ എത്രയാണ്? 12 ലക്ഷം. 12 ലക്ഷം ആയില്ലേ? ഓക്കെ, 12 ലക്ഷമായിട്ടുണ്ട്. ഇൻക്രീസിങ് റേറ്റ് എത്രയാണ്? %. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഓരോ വർഷം 12 ലക്ഷം ഇവിടെ തന്നിട്ടുണ്ട്. 12 ലക്ഷം ഇൻറ്റു ആദ്യത്തെ വർഷം 4% ഇൻക്രീസ് ചെയ്യുന്നു. 4% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 104 ഡിവൈഡഡ് ബൈ 100. 4% കുറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ 86 എടുത്തേനെ. ഇത് ആദ്യത്തെ വർഷം. ഒരു വർഷം കൂടെ, 2 വർഷത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ? ആഫ്റ്റർ 2 ഇയേഴ്സ്, ഒരു വർഷം കൂടെ ആകുമ്പോൾ അടുത്ത 104 കൂടുന്നു. അപ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിക്കോ. ഈ 100ൻ്റെ 2 പൂജ്യവും ഇവിടുത്തെ 2 പൂജ്യം ക്യാൻസൽ, ഇവിടുത്തെ 2 പൂജ്യം ഇവിടുത്തെ 2 പൂജ്യം ക്യാൻസൽ. അടുത്ത 120 ഇൻറ്റു 104 ഇൻറ്റു 104. എത്ര വരുമെന്ന് ആൻസർ ഒന്ന് കമൻ്റ് ഇട്ടേ. നൂറ്റി 120 ഇൻറ്റു 104 ഇൻറ്റു 104 എന്ന് പറഞ്ഞാൽ 10,816. 104 ഇൻറ്റു 104 എന്ന് പറഞ്ഞാൽ 10,816. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എത്ര വരും? ഗുണിച്ച് നോക്കണം. ഇച്ചിരി കാൽക്കുലേറ്റീവ് ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. 1,29,920. 12,97,920 വരും. എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പം 12 ലക്ഷമായിരുന്നു. ആദ്യത്തെ വർഷം 4% കൂടി 104/100. രണ്ടാമത്തെ വർഷം 4% കൂട്ടി 104/100. ഇവിടുത്തെ 2 പൂജ്യം ക്യാൻസൽ, 2 പൂജ്യം, 2 പൂജ്യം, 2 പൂജ്യം ക്യാൻസൽ. 120 ഇൻറ്റു 104 ഇൻറ്റു 104. 104ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10,816 ഇൻറ്റു 120 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12,97,920 എന്ന് കിട്ടും ആൻസർ. ഏതാ നമ്മുടെ ആൻസർ? ഞാൻ ഒരു സ്ക്വയർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോട്ടെ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ. 35% of a number is same as 30% of another number. Find the ratio of the first number raised to the second number. പറഞ്ഞോ.
ഇപ്പോൾ ഞാൻ നോക്കിക്കോ 35% ഓഫ് എ നമ്പർ 35 ഏതോ നമ്പർ 2 നമ്പർ എടുക്കാം. ഞാനൊന്ന് എ എന്നും എടുക്കാം, സോറി 2 നമ്പർ എടുക്കാം. ഞാൻ ഒരു നമ്പർ എ എന്നും എടുക്കാം, മറ്റേ നമ്പർ എന്തെടുക്കാം ബി എന്നും എടുക്കാം. 35% ഓഫ് എ നമ്പർ എയുടെ 35% 35 ഡിവൈഡ് ബൈ 100 ഈ സെയിം ആസ്, അതായത് അത് സെയിം ആണ്, ഈസ് ഈക്വൽ ടു 35% ഓഫ് അനദർ നമ്പർ 30% ഓഫ് അതർ. ഇപ്പോൾ ബിയുടെ 30, ഇത് ബി ആണ്, ബിയുടെ 30%, ബി ഇൻറ്റു 30. ഇപ്പോൾ എ എന്നും ബി എന്നും ആയിരുന്നു കൊടുത്തത്, ബി ഇൻറ്റു 30 ഡിവൈഡ് ബൈ 100. അതിനകത്ത് നമുക്കിതാ ഈ 100ഉം ഈ 100ഉം നമുക്ക് എന്തായി ക്യാൻസലായിപ്പോയി. 35 എ ഈസ് ഈക്വൽ ടു 30 ബി, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എ ബൈ ബി ഒരു സ്ഥലത്തേക്ക് കിടക്കുക, എ ബി ഇപ്പുറത്തേക്ക് വന്നു, എ ബൈ ബി അവിടെ 30 കിടപ്പുണ്ട്, ഈ 35 അപ്പുറത്തോട്ട് പോയ 35. അപ്പോൾ എ എന്ന് പറയുന്നത് എ ഈസ് ടു ബി ആണ് ചോദിച്ചത്. എ ഈസ് ടു ബി, എക്ക് നേരെ 30 ആണ് കിടക്കുന്നത്, 30 ഈസ് ടു ബിക്ക് നേരെ 35 ആണ്. തീർന്നില്ല, നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 6 5 30, 7 5 35, 6 ഈസ് ടു 7 ആണ് ആൻസർ വരുന്നത്. 6 ഈസ് ടു 7 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The selling price of an article is 5/4 of its cost price. Then the profit percentage obtained in the transaction is. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 5/4 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ്, ഇപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5/4 എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 5/4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5/4 എന്നവർ പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം. 5/4 ഓൺ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ. സെല്ലിംഗ് പ്രൈസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 5/4 ഓഫ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെ എന്ന് പറയുമ്പോൾ ബേസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസാണ്. ബേസ് കോസ്റ്റ് പ്രൈസ്, കാരണം കോസ്റ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പം ബേസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസാണ്. അപ്പോൾ CP 4, ഇതിൻ്റെ ബേസ് എത്ര? CP = 4. അപ്പോൾ SP എന്ന് പറയുന്നത് എത്രയാണ്? 5. 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുന്നു. പ്രോഫിറ്റ് എത്രയാണ്? 1 രൂപ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP × 100. അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? 1 രൂപ ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 4 രൂപ × 100. തീർന്ന് പരിപാടി. 100 ഡിവൈഡ് ബൈ 4 25. 25% ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സെല്ലിംഗ് പ്രൈസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. 5/4 ആക്കുക, അത് സമ്മതിച്ചു. ഓഫ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ബേസ് ആരുടെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്? ബേസ് ആരുടെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിലാണ്. അപ്പോൾ ഫ്രാക്ഷൻ്റെ ബേസ് ആരാ? 4. ആ 4 ആണ് CP. അപ്പോൾ മുകളിൽ കിടക്കുന്ന ആരായിരിക്കും? SP, സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് 1 രൂപ എന്ന് കിട്ടും. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP. പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്. 1 കോസ്റ്റ് പ്രൈസ് 4 ആണ്, × 100 മാറ്റിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. 25% ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അതായത് ആൻ ആർട്ടിക്കിൾ വാസ് സോൾഡ് അറ്റ് എ ഗെയിൻ ഓഫ് 112 രൂപ, 112 രൂപയ്ക്ക് വിറ്റു. ഹാഡ് ഇറ്റ് ബീറ്റ് സോൾഡ് ഫോർ 32 മോർ, 33 രൂപയും കൂടെ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ 14% ആയേനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ, ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ ആർട്ടിക്കിൾ വാസ് സോൾഡ് അറ്റ് എ ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് 12% പ്രോഫിറ്റിന് വിറ്റു. പക്ഷേ അയാൾ പിന്നീട് ആലോചിച്ചു 33 രൂപയും കൂടെ കൂടുതൽ രൂപയ്ക്ക് വിറ്റായിരുന്നെങ്കിൽ എനിക്ക് 14% ലാഭം കിട്ടിയേനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ആൻസർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, സി പി എപ്പോഴും 100 എടുക്കണമെന്നാണ് എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികളോട് പറഞ്ഞത്. സി പി എത്ര രൂപയാണ്? സി പി കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100 രൂപയാണ്. അയാൾ സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയാണ്? 112 രൂപയ്ക്കാണ് വിറ്റത്. അതുകൊണ്ടാണ് സെല്ലിംഗ് അറ്റ് എ ഗെയിൻ ഓഫ് 12%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 112 എന്ന് വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ കൂടെ, അതായത് 100% എന്ന് പറയുന്നതാണ് നമ്മുടെ സി പി, 112% എന്ന് പറയുന്നതാണ് നമ്മുടെ എസ് പി. അയാൾ പുതിയതായിട്ട് ഒരു ന്യൂ എസ് പി എത്രയാണ്? 114% എന്ന് പറയുന്നത്. ഈ 112 നിന്ന് 114% ആവാൻ കാരണം 33 രൂപയാണ്. അപ്പോൾ ഈ 112%ൻ്റെ കൂടെ 112% ഓൾറെഡി അയാൾക്ക് കിട്ടി. ഒരു 33 രൂപയും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കിട്ടിയേനെ? 114 ആയേനെ എന്നാണ് അയാൾ പറഞ്ഞത്. കണ്ടോ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അയാൾ 100 രൂപയുടെ സാധനം 112 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതാണ് കേട്ടോ. 100 രൂപയുടെ സാധനം 112 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതാണ്. അയാൾ പറയുന്നു ഒരു 33 രൂപയും കൂടെ അധികം കയറ്റിയായിരുന്നെങ്കിൽ അയാൾക്ക് 114 കിട്ടിയേനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് മാത്തമാറ്റിക്കലി മനസ്സിലാക്കേണ്ടത്? 100 രൂപയുടെ സാധനം 100% സി പി, 100% സി പി. അയാൾ 112 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതാണ്. 112 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതാണ്. 33 രൂപയും കൂടെ അധികം കയറ്റിയായിരുന്നെങ്കിൽ 33 രൂപയും കൂടെ അധികം കയറ്റിയായിരുന്നെങ്കിൽ അതായത് 114 കിട്ടിയേനെ അയാൾക്ക് എത്ര കിട്ടിയേനെ? 114 കിട്ടിയേനെ. പുതിയ എസ് പി എത്ര? അയാൾക്ക് 114% കിട്ടിയേനെ. അതായത് 112% പ്ലസ് 33 രൂപ, 33%, 33 രൂപയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 114% കിട്ടും. നോക്കിക്കോ, ഈ 33 ഇവിടെ കിടക്കട്ടെ. 33 114 മൈനസ് 114% മൈനസ് എത്രയാണ്? 112%. എത്ര? 2%. ഈ 2% എന്ന് പറയുന്നത് എത്ര കാരണക്കാരൻ? 33. 2%-ന് കാരണക്കാരനാരാ? 33. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ കണ്ടുപിടിക്കാനുള്ളത്? കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100%. 2% എന്ന് പറയുന്നത് 33 ആണെങ്കിൽ 100% എന്ന് പറയുന്നത് എത്രയാണ്? താണ്ട നോക്കിക്കൂ 100 ഇൻറ്റു 33 ഡിവൈഡഡ് ബൈ 2. 100 ഇൻറ്റു 33 ഡിവൈഡ് ബൈ 2. അപ്പോൾ 50, 165, 1650 വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം അത് പക്ഷേ ഇത്രയൊന്നും ലോങ്ങായി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ എന്താണ് പറഞ്ഞത്? അയാൾ 100 രൂപ, സി പി 100 രൂപ. അയാൾ എസ് പി എത്ര രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത്? സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത്? 112 രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത്. അയാൾക്ക് പെട്ടെന്ന് ഒരു
ഒരാലോചന. 33 രൂപ കൂടെ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ 33 രൂപ കൂടെ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ അയാളുടെ SP എത്ര ആയേനെ? സെല്ലിംഗ് പ്രൈസ് എത്ര ആയേനെ? സെല്ലിംഗ് പ്രൈസ് എത്ര ആയേനെ? 14% കൂടെ ആയി 114 ആയേനെ. അതായത് 112 നിന്ന് 114 ആവാൻ കാരണം ആരാണ്? 33 രൂപയാണ്. 112 നിന്ന് 114 എത്ര കൂടി? 2 കൂടി. ഈ 2 കൂടാൻ കാരണം ആരാണ്? 33 രൂപയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ 2%, 2 പറയുന്നത് 33 ആണെങ്കിൽ നമ്മുടെ 100 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 33 × 100, 2 ഉള്ളത് ഗുണിക്കുക, ക്രോസ് മൾട്ടിപ്പിൾ, 1 ഉള്ളത് ഹരിക്കുക, ഡിവൈഡ് ബൈ 2. താഴെ നോക്കിക്കോ, 100, 50, 33 × 5 165, ഒരു 0 കൂടി ഇട്ടാൽ 1650. നമ്മുടെ ആൻസർ സി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ആരൊന്നും പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ദ ലിസ്റ്റഡ് പ്രൈസ് ഓഫ് ആർ ഐറ്റം ഇൻ ദ ഷോറൂം ഇസ് 2000 രൂപ. 2000 രൂപ എഴുതിയിട്ടിരിക്കുകയാണ് വില. ഇറ്റ് ഈസ് ബീയിങ് അറ്റ് എ സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 20% ആൻഡ് 10%. ആദ്യം 20% കൊടുത്തു, പിന്നെ 10% കൂടി ഡിസ്കൗണ്ട് കൊടുത്തു. ഫൈൻഡ് ദ നെറ്റ് സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്കാണ് അത് വിറ്റതെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ദ ലിസ്റ്റഡ് പ്രൈസ്. ലിസ്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കഡ് പ്രൈസ്. മാർക്കഡ് പ്രൈസ് എത്ര രൂപയാണ്? 2000 രൂപയാണ്. ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് ആദ്യം എത്രയാണ്? 20%. പിന്നെ എത്രയാണ്? 10%. 2000 രൂപയ്ക്ക് മാർക്കഡ്. അപ്പോൾ എപ്പോഴും ഡിസ്കൗണ്ട് നമ്മൾ മാർക്കഡ് പ്രൈസ് എഴുതി വച്ചിരിക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെപ്പോഴും ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഡിസ്കൗണ്ട് നമ്മളെപ്പോഴും എഴുതി വച്ചിരിക്കുന്ന പൈസയുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മാർക്കഡ് പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. 2000 രൂപയുടെ 20% കുറച്ച് കൊടുത്തു. 20% കുറച്ച് കൊടുക്കുന്നതിനാണല്ലോ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് 80% കിട്ടിയുള്ളൂ. 80 ഡിവൈഡഡ് ബൈ 100. അതാ 80 വന്നേ? 100% മേടിക്കുന്നില്ല, 20% കുറച്ച് കൊടുക്കുന്നു. വീണ്ടും അതിൻ്റെ 10% കൂടെ കുറച്ച് കൊടുത്തു. അപ്പോൾ 10% കൂടെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 90 ഡിവൈഡ് ബൈ 100. അപ്പോൾ നമുക്ക് ഒന്ന് ക്യാൻസൽ ചെയ്യാം. എന്താ ഇവിടെ എന്താണ്? ഇവിടുത്തെ ഈ 100ഉം ഇവിടുത്തെ ഒരു 0 കൂടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇതാ ഇവിടുന്ന് ഒരു 0വും ഇവിടുന്ന് ഒരു 0 കൂടെ ക്യാൻസൽ ചെയ്യാം. ഇവിടുന്ന് ഒരു 0വും ഇവിടുന്ന് ഒരു 0 കൂടെ ക്യാൻസൽ ചെയ്യാം. 9×8 72. അതായത് 2 × 8 × 90 എന്നാണ് പറഞ്ഞത്. 9×8 72. 72 × 2 144. ഒരു 0വും വരും. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സി ആൻസർ കറക്റ്റാണ്. സംശയമുള്ളവർക്ക് ചോദിക്കാം. സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
എ ട്രേഡർ മാർക്സ് എ ഗുഡ് ഓഫ് 20% above the cost price. He gives a discount of 5%. What will be the percentage of final profit received? അദ്ദേഹം അയാളുടെ കോസ്റ്റ് 20% ലാഭത്തിൽ സാധനം എഴുതി വെച്ചിരിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിന് 5% പൈസ കുറച്ച് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫൈനൽ പ്രോഫിറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫൈനൽ പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പന്ത്രണ്ട് ശതമാനം വരുന്നുണ്ട്, ചില ആൾക്കാർക്ക് 14% പറയുന്നുണ്ട്. നോക്കാം. ഒരു ട്രേഡർ, ആ ട്രേഡറുടെ കോസ്റ്റ് പ്രൈസ് 100 രൂപയാണ്. CP 100 രൂപയാണ്. അദ്ദേഹം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20% എബവ് കോസ്റ്റ് പ്രൈസ്, അതായത് 120 രൂപയാണ്. അദ്ദേഹം വിൽക്കുന്നു, സെല്ലിംഗ് പ്രൈസ് അദ്ദേഹം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 5% ഡിസ്കൗണ്ട്, അതായത് 120ൻ്റെ 5% അദ്ദേഹം കുറച്ച് കൊടുത്തു. 95 ഡിവൈഡ് ബൈ 100, അതായത് 120ൻ്റെ 5% അദ്ദേഹം കുറച്ച് കൊടുത്തു. 95%-ത്തിനാണ് വിറ്റത്. ഇതാ നോക്കിക്കൂ, ക്യാൻസൽ 5 കൊണ്ടാവുമ്പോൾ 1 5 9 5 45. ഇവിടെ 5 കൊണ്ടാകുമ്പോൾ 2 6 9 6 54 1 6 5 11 114 രൂപ. 114 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതായത് 100 രൂപയുടെ സാധനം അദ്ദേഹം 114 രൂപയ്ക്കാണ് ലാസ്റ്റ് വിൽക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എത്ര രൂപയാണ്? 14 രൂപയാണ്. അപ്പോൾ 14 ഇതിൻ്റെ ആൻസർ വരുന്നത് ബി. 14 വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം, അതൊരു വൈരുദ്ധ്യം വന്നതുകൊണ്ട് പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രേഡർ ആരെങ്കിലും ആവട്ടെ, അദ്ദേഹം CP കോസ്റ്റ് പ്രൈസ് എത്ര രൂപയ്ക്കാണ്? 100 രൂപയുടെ സാധനമാണ്. അദ്ദേഹം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. മാർക്കഡ് പ്രൈസ് എത്ര രൂപയാണ്? 120 രൂപ. 20% അധികം എഴുതി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം വിൽക്കുന്ന 5% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് 5% കുറച്ചാണ്. 120ൻ്റെ 5% കുറച്ച്. ഇപ്പം 5% കുറയാന്ന് പറഞ്ഞാൽ 95 ഡിവൈഡഡ് ബൈ 100. നമുക്ക് എന്തെങ്കിലും ഒന്ന് വെട്ടി ചെയ്യാൻ പറ്റുമോ നോക്കാം. അതുകൊണ്ട് ഈ പൂജ്യവും ക്യാൻസലായിപ്പോയി. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 5 9 5 45. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 5 10. ഇവിടെ 2ഉം ഈ 12 ക്യാൻസൽ ചെയ്യാം 6. അപ്പം 19 × 6 എന്ന് പറഞ്ഞാൽ 114 എന്ന് കിട്ടും. എടാ മക്കളെ, 100 രൂപയുടെ സാധനമല്ലായിരുന്നോ? അത് 114 രൂപയ്ക്കല്ലയോ വിറ്റത്? അപ്പോൾ പ്രോഫിറ്റ് എത്ര രൂപയാണ്? പ്രോഫിറ്റ് എത്രയാണ്? 14 നമ്മുടെ ആൻസർ. ഇതവിടെ വരുന്നത്. ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഒന്നുമില്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the ratio of 3 positive numbers is 3:7:8 and the sum of their square is 7808, find the smallest number of among them. ഇതിനകത്ത് സ്മാളസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, ഞാൻ നോക്കിക്കോ. നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല, റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള ടൈം തരുന്നത്. 3 നമ്പർ, 3 പോസിറ്റീവ് നമ്പർ, 3 നമ്പർ പറഞ്ഞിരിക്കുന്നു. 3:7:8. ഇപ്പം നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 3x 7x 8x എന്ന് എടുക്കേണ്ടി വരും, കാരണം സ്ക്വയറൊക്കെ വരുന്നതുണ്ട്, അതുകൊണ്ടാണ്. ദെയർ സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്, ഇതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ്, അതായത് 3x എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ, 7x എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ, 8x എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഇതെല്ലാം ഒന്ന് കൂട്ടിക്കുക. സ്ക്വയർ, സം ഓഫ് സ്ക്വയർ, ഇത് നോക്കിക്കേ. 3xൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9x സ്ക്വയർ, പ്ലസ് 7x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49x സ്ക്വയർ, പ്ലസ് 8xൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64x സ്ക്വയർ. അപ്പോൾ 9 + 49 + 64, 9 + 49 + 64 122x സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത്. ഈ 3 സംഖ്യകളുടെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നു. ഈ 3 സംഖ്യകളുടെയും സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് 122x സ്ക്വയർ ആണ്. ആ സമ്മാണ് പറഞ്ഞിരിക്കുന്നത് 78:008 എന്ന് പറയുന്നത്. 122x സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത് 78:008 എന്ന് പറയുന്നത്. 122x സ്ക്വയർ എന്ന് പറയുന്നതാണ് 78:008 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്മാളസ്റ്റ് നമ്പർ ഇതിനകത്ത് ഏറ്റവും സ്മാളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3x ആണ്. ഈ 3x എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. അതാണ്ട് 3x × 78:008 ഡിവൈഡ് ബൈ 122x സ്ക്വയർ. ഇതാ ഇവിടെ ചെറിയൊരു കണക്കൂട്ടലുണ്ട്. ഇവിടെ നിന്ന് ഒരു എക്സും എക്സ് സ്ക്വയറിനകത്തുനിന്ന് ഒരു എക്സ് ക്യാൻസൽ ആയി പോവും. ഓക്കെ ആണേ? അങ്ങനെ വരില്ല. ഒരു മിനിറ്റ് എനിക്കൊരു തെറ്റ് പറ്റി. ആണ്ടേ നോക്കിക്കോ, എക്സ് സ്ക്വയർ ആണത്, ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ നോക്കിക്കോ, 122x സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ 78:008. അതായത് സ്ക്വയറുകളുടെ സ്ക്വയറുകൾ, ആ നമ്പറിൻ്റെ 3x 7x 8x എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ എടുത്തു, എല്ലാത്തിൻ്റെ സ്ക്വയർ എടുത്തു, അതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 122x സ്ക്വയർ എന്ന് കിട്ടി. ആ സ്ക്വയറിൻ്റെ സമ്മാണ് ഈ 78:008 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 78:008 ഡിവൈഡ് ബൈ 122. 122 ഇത് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. നമുക്ക് റിവിഷൻ്റെ ടൈം കുറവാണ്. ആൻസർ 64 എന്ന് വരും. എത്രയാണ്? 64. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. 8 അല്ല ആൻസർ. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് സ്മാളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3x ആണ്. അപ്പോൾ 3x എന്ന് പറയുമ്പോൾ 3 × x എത്രയാണ്? 8. 3 8 24 ആണ് ആൻസർ. ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ 8 എടുത്തേനെ, 8 8 64 എന്ന് വന്നേനെ. പക്ഷേ ഇവിടെ സ്മാളസ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. സ്മാളസ്റ്റ് നമ്പർ 24 ആണ് വരുന്നത്. സ്മാളസ്റ്റ് നമ്പർ എത്രയാണ് വരുന്നത്? 24 ആണ്.
സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. എന്താ പറഞ്ഞിരിക്കുന്ന 3 നമ്പറുണ്ട്. 3 നമ്പറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:7:8 ആണ്. 3:7:8. അപ്പോൾ 3 നമ്പറിനെ 3x 7x 8x എന്ന് പറയുന്നു. സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്, ഇവരുടെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തു. അതിൻ്റെ സമ്മ് ഒന്ന് കൂട്ടിക്ക്. 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ 9x സ്ക്വയർ. 7ൻ്റെ ആകുമ്പോൾ 49x സ്ക്വയർ. 8xൻ്റെ ആകുമ്പം 64x സ്ക്വയർ. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയാൽ 122x സ്ക്വയർ. ഈ 122x സ്ക്വയർ എന്ന് പറയുന്നതിന് ആ ഫിഗറാണ് 7808 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 7808 ഡിവൈഡഡ് ബൈ 122. ഇതിൻ്റെ ആൻസർ എന്ത് വരും? 64 എന്ന് വരും. അതായത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 64. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടുന്നു? 8. ഈ 8 അല്ല ആൻസർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നു, എന്താ പറഞ്ഞിരിക്കുന്നത്? സ്മാളസ്റ്റ് നമ്പർ. ഇതിനകത്ത് സ്മാളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് 3x ആണ്. എന്താണ് 3x? അപ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ വില എത്രയാണ്? 8. അപ്പോൾ എത്രയാണ്? 24 ആൻസർ വരുന്നത്. 24. സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? Okay, next question. A and B together can finish a piece of work in 10 days. എക്കും ബിക്കും കൂടെ ഒന്നിച്ച് 10 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ബി ആൻഡ് സി ടുഗദർ ക്യാൻ ഫിനിഷ് ഇറ്റ് ഇൻ 15 days. ബിയും സിക്കും കൂടെ എത്ര ആണ് പറ്റും? 15 ദിവസം. എ ആൻഡ് സി ടുഗദർ ക്യാൻ ഫിനിഷ് ഇറ്റ് ഇൻ 18 days. എക്കും സിക്കും കൂടെ 18 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഹൗ മെനി ഡേയ്സ് വിൽ എ ബി സി ടു ഫിനിഷ് ടുഗദർ? എക്കും ബിക്കും സിക്കും കൂടെ എത്ര ദിവസം ഒന്നിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാസ്റ്റായിട്ട് ചെയ്യൂ. നമ്മുടെ ക്ലാസ്സിൽ, റെഗുലർ ക്ലാസ്സിൽ ഒരുപാട് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അത് ആൻസർ വന്നിട്ടുണ്ട്. 9 എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ ആൻഡ് ബി ടുഗദർ, എക്കും ബിക്കും കൂടി എ പ്ലസ് ബി, എക്കും ബിക്കും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10 ദിവസം കൊണ്ട്. പിന്നെ ബി ആൻഡ് സി, ബി പ്ലസ് സി എത്ര ദിവസം കൊണ്ടാണ്? 15 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് സി ടുഗദർ, എ പ്ലസ് സി എത്ര ദിവസം കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവർ 18 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ടൈമാണ് അവരുടെ. ഇനിയിപ്പോൾ വർക്ക് കണ്ടുപിടിക്കാം. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ LCM ആണ് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് LCM ആണ് വർക്ക്. അതായത് എത്രയാണ് LCM വരുന്നതെന്ന് പറഞ്ഞേ. ഇതിൻ്റെ LCM എത്രയാണ് വരുന്നത്? 15ൻ്റെയും 10ൻ്റെയും ഒക്കെ LCM എത്രയാണ് വരുന്നത്? എത്രയാണ് വരുന്നത്? 90 ആണ് LCM വരുന്നത്. LCM ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് പറഞ്ഞതാണ്. 90 ആണ് വരുന്നത്. അപ്പോൾ വർക്ക് ഉണ്ട്. നമ്മൾ വെറ്റ് ട്രയാങ്കിളാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. വെറ്റ് ട്രയാങ്കിൾ,
വെറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് എഫിഷ്യൻസി ടൈം. വർക്ക് എഫിഷ്യൻസി ടൈം. ഇത് വർക്കുണ്ട്, ടൈമുണ്ട്. എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എഫിഷ്യൻസി അങ്ങ് അപ്പി പിടിച്ചാൽ മതി. വർക്ക് ബൈ ടൈം. വർക്ക് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി അങ്ങോട്ടൊന്ന് എഴുതി വെച്ചേക്കാം. 90 ഡിവൈഡ് ബൈ 10 9. 90 ഡിവൈഡ് ബൈ 15 15 6. അതുപോലെ തന്നെ 90 ഡിവൈഡ് ബൈ 18 5. ഓക്കെ. അപ്പോൾ വർക്ക് ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഡേയ്സ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യത്തിലോട്ട് നോക്കിക്കേ, ഹൗ മെനി ഡേയ്സ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. അതായത് വർക്ക് ഡിവൈഡഡ് ബൈ എ ബി സി അവരുടെ 3 പേരുടെ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി മാത്രം നോക്കിക്കേ. എഫിഷ്യൻസി നോക്കിക്കേ. ഇവിടെ എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസിയാണ് കൊടുത്തിരിക്കുന്നത്. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസിയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് താഴെ കൊടുത്തിരിക്കുന്നത് ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസിയാണ്, ബി പ്ലസ് സി. ഇവിടെ കൊടുത്തിരിക്കുന്ന എയുടെയും സിയുടെയും കൂടെയാണ്, എ പ്ലസ് സി. ഇത്ര എഫിഷ്യൻസിയാണ്. എത്രയാണ്? 9 പ്ലസ് 6 പ്ലസ് 5. ഈ 9 എന്ന് പറയുന്നത് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസിയാണ്. 6 എന്ന് പറയുന്നത് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയാണ്. 5 എന്ന് പറയുന്നത് എ പ്ലസ് സിയുടെ എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസിയാണ് നമുക്ക് വേണ്ടത്. എത്ര എ ഉണ്ട്? 2 എ ഉണ്ട്, 2 ബി ഉണ്ട്, 2 സി ഉണ്ട്. ഈസ് ഈക്വൽ ടു 9 6 15 5 20. അപ്പോൾ എല്ലായിടത്തും 2 ഉള്ളത് കൊണ്ട് 2 കോമൺ ആയിട്ട് എടുത്തു. എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 20. അങ്ങനെയാണെങ്കിൽ ഈ 20-നകത്തുനിന്ന് ഇവിടെ ക്യാൻസൽ ചെയ്താൽ 10. അതായത് ഈ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ അവിടെ 10. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ്? 10 വരുന്നത്. അവരുടെ എഫിഷ്യൻസിയാണ്. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? വർക്ക് ഡിവൈഡഡ് ബൈ, വർക്ക് എത്രയാണ്? 90 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 10. 90 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് 9 ഡേയ്സ് ആണ് വരുന്നത്. 9 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. 9 ഡേയ്സ്. പുതിയതായിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാവുന്നതാണ്. അപ്പോൾ എയും ബിയും കൂടി 10 ദിവസം കൊണ്ട് ജോലി ചെയ്യും. ബിയും സിയും കൂടി 15 ദിവസം കൊണ്ട് ജോലി ചെയ്യും. എയും സിയും കൂടി 18 ദിവസം കൊണ്ട് ജോലി ചെയ്യും. ആര് എങ്ങനെ ചെയ്താലും അതത് ടൈമാണ്. അതിൻ്റെ വർക്ക് കണ്ടുപിടിക്കാൻ അതിൻ്റെ എഫിഷ്യൻസി LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം. 10ൻ്റെയും 15ൻ്റെയും 18ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ആണ്. ഇനിയിപ്പോൾ എഫിഷ്യൻസി കണ്ടെത്താം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം. 90 ബൈ 10 എന്ന് പറയുന്നത് 9 ആണ്. 90 ബൈ 15 എന്ന് പറയുന്നത് 6 ആണ്. 90 ബൈ 18 എന്ന് പറയുന്നത് 5 ആണ്. എല്ലാവരുടെയും എഫിഷ്യൻസി കിട്ടി. എല്ലാവരുടെയും കിട്ടിയില്ല. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡേയ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ഡേയ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈമാണ്. ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് നമ്മുടെ കയ്യിൽ 90 ഉണ്ട്. എഫിഷ്യൻസി ആരുടെയാണ്? 3 പേരും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. 3 പേരോട് ഒന്നിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എ ബി സി 3 പേരുടെയും കൂടെ എഫിഷ്യൻസിയാണ് നമുക്ക് വേണ്ടത്. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി അവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. ഇത് എ പ്ലസ് ബി എന്ന് പറയുന്നത് 9 ആണ്. ബി പ്ലസ് സി എന്ന് പറയുന്നത് 6 ആണ്. എ പ്ലസ് സി എന്ന് പറയുന്നത് 5 ആണ്. അതായത് 2A 2B 2C എന്ന് പറയുന്നതാണ് 20. 2 കോമൺ ആയിട്ട് എടുത്തു. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 20. 2 ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് 2 ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ 10. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 10 ആണ്. അവരുടെ എഫിഷ്യൻസിയാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് 90 ഡിവൈഡഡ് ബൈ അവരുടെ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി എത്രയാണ്? 10. 90 ബൈ 10 എന്ന് പറയുന്നത് എത്രയാണ്? 9 ദിവസം കൊണ്ട് നമുക്ക് ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A pipe can fill an empty pool in 14 hours. ഒരു പൈപ്പ് 14 മണിക്കൂർ കൊണ്ട് കാലിയായിട്ടുള്ള ഒരു പൂൾ ഫില്ല് ചെയ്യാൻ പറ്റും. ടുഗദർ വിത്ത് പൈപ്പ് ബിയും കൂടി ചേർന്നുകൊണ്ട് empty the pool in 12 hours. 12 മണിക്കൂർ കൊണ്ട് അത് ഫില്ലാക്കാൻ പറ്റും. സോ ദ പൈപ്പ് ബി ക്യാൻ empty the pool in dash hours. ബി എന്ന് പറയുന്ന പൈപ്പിന് ആ പൂള് കാലിയാക്കാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
മണിക്കൂറെടുക്കുന്നത്. ഇത് ഫുള്ള് ഞാനാണ് ഇവരുടെ ആ ഫോട്ടോ വെക്കുന്നത്, ആ ഫ്ലവേഴ്സ് എല്ലാം വെച്ചത്, ചിലപ്പോൾ പുറക്കുന്നത് ഫുള്ള് എൻ്റെ ഡെക്കറേഷൻ ഫുള്ള്. ഓക്കെ, 2 പൈപ്പുകളാണുള്ളത്. എ എന്ന് പറയുന്ന ഒരു പൈപ്പുമുണ്ട്, ബി എന്ന് പറയുന്ന ഒരു പൈപ്പുമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2 പൈപ്പുകളാണുള്ളത്. പൈപ്പ് എ ക്യാൻ ഫിൽ ആൻ എംപ്റ്റി പൂൾ ഇൻ 14 hours. എക്ക് ഫില്ല് ചെയ്യാൻ പറ്റും 14 മണിക്കൂർ കൊണ്ട്. ടുഗദർ വിത്ത് പൈപ്പ് ബി, എ പ്ലസ് ബി, എയും ബിയും കൂടെ എത്ര മണിക്കൂർ കൊണ്ട് അത് ഫില്ലാക്കുന്നു? 12 മണിക്കൂർ കൊണ്ട് ഫില്ലാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ LCM എത്രയായിരിക്കും? ടാങ്കിൻ്റെ കപ്പാസിറ്റി സാധാരണ അതുപോലെ തന്നെ ഇത് ടൈമാണ്. ഇനി ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ LCM ആണ്. 14ൻ്റെയും 12ൻ്റെയും LCM എത്രയാണ്? LCM എത്രയാണ്? നേരത്തെ വർക്ക് ആൻഡ് ടൈം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കപ്പാസിറ്റിക്ക് പകരം LCM എടുക്കുന്നു. ഇതിൻ്റെ LCM എത്രയാണ്? 84 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 6ഉം ഇവിടെ 7ഉം 6ഉം 7ഉം. So pipe B can fill that empty tank full in dash hours. A pipe B can fill. So pipe B can fill the empty pool in dash hours എന്നാണ്. പൈപ്പ് ബിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് വരുമ്പോൾ സെറ്റ് ട്രയാങ്കിളാണ് പഠിച്ചത്. കപ്പാസിറ്റി, എഫിഷ്യൻസി, ടൈം. വർക്കിന് പകരം കപ്പാസിറ്റി വരുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ പൈപ്പ് ബി ക്യാൻ ഫിൽ എംപ്റ്റി ടാങ്ക് ഇൻ ഡാഷ് ഹവേഴ്സ്. ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. കപ്പാസിറ്റി എത്രയാണ്? 84 ഡിവൈഡഡ് ബൈ ആരുടെ എഫിഷ്യൻസിയാണ്? ബിയുടെ ചോദിച്ചിരിക്കുന്നത് ബി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസിയാണ്. ഈ തന്നിരിക്കുന്നത് 7. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസിയാണ് തന്നിരിക്കുന്നത് 7. അതിനകത്ത് എയുടെ മാത്രം എഫിഷ്യൻസി ഒന്നുണ്ട് 6. 6 + b = 7. അപ്പോൾ b = 7 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ബിയുടെ എഫിഷ്യൻസി 1 ആണ്. 84 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 84 തന്നെയാണ് ആൻസർ. 84 ആണ് വരുന്നത്. വർക്ക് എനർജി ഇതുപോലെ വർക്കും ടൈമും അതേ ഒരു സെറ്റപ്പാണ് ഇവിടെ വർക്കിന് പകരം കപ്പാസിറ്റി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ LCM ആണ് കപ്പാസിറ്റി. അപ്പോൾ കപ്പാസിറ്റി, എഫിഷ്യൻസി, ടൈം. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 84 ലിറ്ററിൻ്റെ പൂളാണ്. ആ പൂള് ബി മാത്രം എത്ര സമയം കൊണ്ട് നിറയ്ക്കുന്നത്? അപ്പോൾ ബിയുടെ എഫിഷ്യൻസിയാണ് വേണ്ടത്. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസിയാണ് 7 തന്നിരിക്കുന്നത്. 12 എഴുതി വെച്ചാൽ തെറ്റും. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസിയാണ് 7 തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എയുടെ എഫിഷ്യൻസി ഉണ്ട് 6. അതിന് കുറച്ച് കഴിഞ്ഞാൽ ബിയുടെ കിട്ടും. എത്ര? ബിയുടെ എഫിഷ്യൻസി എത്ര? 1. 84 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 84 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ.
എന്താ പറഞ്ഞിരിക്കുന്നത്? സാമ്പിൾസ് ആസിഡ് ആൻഡ് വാട്ടർ, ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആസിഡും വാട്ടറും, ആസിഡ് ഈസ് ടു വാട്ടർ. ആദ്യത്തെ പാത്രത്തിനകത്ത് 2:1, രണ്ടാമത്തെ പാത്രത്തിനകത്ത് 3:2, മൂന്നാമത്തെ പാത്രത്തിനകത്ത് 5:3. ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എല്ലാം സെയിം ആണെന്ന്. മിക്സർ കണ്ടെയ്നിങ് ഈക്വൽ ക്വാണ്ടിറ്റീസ്, മിക്സർ എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റീസ് ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3. ഇവിടെ ആസിഡ് 2 ലിറ്ററും വാട്ടർ 1 ലിറ്റർ, 3. ഇവിടെ എത്രയാണ്? 3ഉം 5. ഇവിടെ എത്രയാണ്? 5ഉം 3ഉം 8. അതായത് ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 3, 5, 8 എന്നിങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവർ ടോട്ടൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നു? ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാത്രം, ഒരു പാത്രത്തിൽ 2 ലിറ്റർ ആസിഡും 1 ലിറ്റർ വെള്ളവും, വേറൊരു പാത്രത്തിൽ 3 ലിറ്റർ ആസിഡിന് 2 ലിറ്റർ വെള്ളവും, വേറൊരു പാത്രത്തിനകത്ത് 5 ലിറ്ററിന് 3 ലിറ്റർ, അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ എത്ര ലിറ്റർ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ആദ്യത്തേൽ 3, രണ്ടാമത്തേൽ എത്രയാണ്? 5, മൂന്നാമത്തേലാണ് 8. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നിരിക്കുന്നുണ്ടോ? ഈക്വൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഈക്വൽ ആക്കണം. ഇതിനെ ഈക്വൽ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ LCM എടുക്കണം. ഇതിനെ ഈക്വൽ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ LCM ഒന്നെടുത്ത് 3, 5, 8ൻ്റെ LCM, 3ൻ്റെയും 5ൻ്റെയും 8ൻ്റെ LCM ഒന്നെടുത്ത് 3ൻ്റെ 5ൻ്റെ 8ൻ്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു 3ലും 5ലും 8ലും പൊതുവായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് അവന്മാരെ അങ്ങ് ഗുണിച്ച് വെച്ചാൽ മതി. 3 × 5 × 8 എത്രയാണ്? 120. ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്? 120 ലിറ്ററാണ്. ഓരോ പാത്രത്തിലും 120 ലിറ്ററാണ്. ഓരോ പാത്രത്തിലും എത്രയാണ്? 120 ലിറ്ററാണ്. അപ്പോൾ ആസിഡ്, വാട്ടർ, ഇതിനകത്ത് 120 ലിറ്റർ, ഇതിനകത്ത് 120 ലിറ്റർ, ഇതിനകത്ത് 120 ലിറ്റർ. അപ്പോൾ അതാ നോക്കിക്കോ, 3 പറയുന്നതാണ് 120. 3 പറയുന്നതാണ് ആദ്യത്തെ പാട്ടയ്ക്കകത്ത് 3 പറയുന്നതാണ് 120. അങ്ങനെയാണെങ്കിൽ 1 എത്ര ആയിരിക്കും? 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 120/3, 40. ആദ്യത്തെ പാട്ടയ്ക്കകത്ത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 40, അത് 2 യൂണിറ്റ് 80 ലിറ്റർ. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 40 ലിറ്റർ. കണ്ടോ? 120 ആയില്ലേ? ഇനി ഇവിടെ 5 എന്ന് പറയുന്നതാണ് രണ്ടാമത്തേനകത്ത് 120 ആണ്. 5 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് 120. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 120/5. എത്ര വരും? 24. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 24 ആണെങ്കിൽ 3 യൂണിറ്റ് എന്ന് പറയുമ്പം 3 4 12, 3 2 6 1 7, 72 ലിറ്റർ. ഇനി 2 ലിറ്റർ എന്ന് പറയുമ്പോൾ 48 ലിറ്റർ. ഇനി ഇവിടെ നോക്കിക്കേ, 8 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 120. അപ്പോൾ 1 യൂണിറ്റ് എത്ര ആയിരിക്കും? 120/8. എത്ര? 1 8 8, 5 8 40, 15. അപ്പോൾ 15 5, ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 15 ആകുമ്പോൾ 15 5 75 ലിറ്റർ. ഇവിടെ 15 3 45 ലിറ്റർ. ഇതിൻ്റെ എല്ലാത്തിനും റേഷ്യോ ഓഫ് വാട്ടർ ആൻഡ് ആസിഡ് റേഷ്യോ നോക്കിക്കേ. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്ക്. 7 7 14 8 22, 227 അത് വന്നിട്ടുണ്ട്. ഇവിടെ 8 5 13, 12 133. അതായത് വാട്ടർ ഈസ് ടു ആസിഡ്. വാട്ടർ എത്രയാണ്? 133 ഈസ് ടു ആസിഡ് എത്രയാണ്? 227. എങ്ങനെയാണ് വരുന്നത്? 133 ഈസ് ടു 227. ക്ലിയർ ആണോ? ഇനി പറയണോ ഇത്? ഈ ക്വസ്റ്റ്യൻ ഇനി പറയണോ? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പറയണോ ഇത്? ക്ലിയർ അല്ലേ?
ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ചെയ്തു നോക്കുക. അപ്പോൾ ക്ലിയർ ആയോ ഇത് സാധനം? ക്ലിയർ ആയെന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. അതാണ്ട് 80 ലിറ്റർ 40 ലിറ്റർ 120 ലിറ്റർ, 72 ലിറ്റർ 42 120 ലിറ്റർ, 75 45 120 ലിറ്റർ. അതാണ് അവർ ഈക്വൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ BSF HCMൻ്റെ റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് ഫസ്റ്റ് റിവിഷൻ ക്ലാസ്സാണിത്. അതിനകത്ത് വളരെ ബേസിക്കും വളരെ എളുപ്പമുള്ളൊരു കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് കണക്ക് കൂട്ടി. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തതേ ഉള്ളൂ. മനസ്സിലായവർ അത് വീണ്ടും ചെയ്തു നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് BSF HCM എന്നും പറഞ്ഞ ഒരു പരീക്ഷയാണ് നമ്മൾ തയ്യാറെടുക്കുന്നതെന്ന് പറഞ്ഞ് മറ്റു ക്വസ്റ്റ്യൻസിനെ ഒന്നും നമ്മൾ ഒരിക്കലും നോക്കാതിരിക്കരുത്. SSC നടത്തുന്നതായാലും റെയിൽവേ നടത്തുന്നതായാലും ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അത് ചെയ്തു നോക്കുക. നമുക്ക് പ്രാക്ടീസ് ആകും. അതേ ചോദിക്കും ഇതേ ചോദിക്കുന്നൊന്നുമില്ല. എക്സാം നടത്തുന്ന ഏജൻസികളെല്ലാം ഒരേ ഏജൻസികളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഈ ഇടയ്ക്ക് നടക്കുന്ന SSCയുടെ ആണെങ്കിലും CGL CHSL MTS അതുപോലെ തന്നെ റെയിൽവേയുടെ നടത്തുന്ന പല ക്വസ്റ്റ്യൻസും നമ്മുടെ കയ്യിൽ കിട്ടും. ടെലഗ്രാം സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ആൻസർ കിട്ടുമ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ചെയ്ത് ഫാസ്റ്റ് ആക്കുക. ഇത് BSF HCMൻ്റെ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് മാക്സിമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള മനസ്സിലാവുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഉൾപ്പെടുത്തിയത്. ഇത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നവരും പിന്നെ മനസ്സിലായ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, വടിവെട്ടാൻ പോയതേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. റിവിഷൻ ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ. ഇനി വരുന്നതേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസായിട്ട് പുതിയൊരു റിവിഷൻ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.